വുളൂ ചെയ്യുന്ന സമയത്ത് ഷോക്സ് അഴിക്കാതെ അതിൻ്റെ മുകളിൽ തടവിയാൽ വുളൂ സഹിയാകുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അവിടെ കുറേ തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പല ആളുകളും അങ്ങനെ ചോദിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഖുഫ എന്നൊരു വസ്തു ധരിക്കാറുണ്ട്. ഖുഫ ധരിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസവും, യാത്രക്കാരനാണെങ്കിൽ 3 ദിവസവും ഖുഫ അഴിക്കാതെ അതിൻ്റെ മുകളിൽ തടവിയാൽ മതി എന്ന് ഹദീസുകളിലൂടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ്. അതുപോലെയാണോ ഈ ഷോക്സ് എന്നതാണ് പലരുടെയും ചിന്ത. ആണെന്ന് കരുതി പല ആളുകളും അങ്ങനെ ആ ഷോക്സിൻ്റെ മുകളിലൂടെ വുളൂ ചെയ്യുന്ന സമയത്ത് അഴിക്കാതെ കഴുകാറുണ്ട്, അല്ലെങ്കിൽ തടവാറുണ്ട്. ഇത് ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. ഖുഫ ധരിക്കുന്ന ആൾക്ക് കാലിൽ നിന്ന് ഖുഫ അഴിക്കാതെ അത് വുളൂവിൻ്റെ സമയത്ത് അതിൻ്റെ മുകളിലൂടെ തടവണമെങ്കിൽ അതിന് 5 നിബന്ധനകളുണ്ട്. ആ 5 നിബന്ധനയും നമ്മളൊന്ന് നോക്കുക. അതിൽ ഒന്നാമത്തെ നിബന്ധന അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായി ശുദ്ധിയായി അതിനുശേഷം ഖുഫ ധരിക്കുക എന്നതാണ്. പൂർണ്ണമായി ശുദ്ധിയായതിനു ശേഷമാണ് ഖുഫ ധരിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ വിഷയം. പൂർണ്ണമായി കുളിക്കേണ്ട ആളാണെങ്കിൽ കുളിക്കുക, വുളൂ ചെയ്യേണ്ട ആണെങ്കിൽ വുളൂ ചെയ്യുക. അങ്ങനെ പൂർണ്ണമായ ശുദ്ധി വന്നതിന് ശേഷമാണ് 2 ഖുഫയും ധരിക്കേണ്ടത്. ഇനി ഒരു കാല് മാത്രം കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അങ്ങനെ ആ കാല് ഖുഫ ധരിച്ചു, എന്നിട്ട് രണ്ടാമത്തെ കാല് കഴുകി വൃത്തിയാക്കി ആ ഖുഫ ധരിച്ചു, ഇങ്ങനെ വന്നാൽ ആ ഖുഫ ധരിക്കൽ പൂർണ്ണമായിട്ടില്ല. കാരണം ശുദ്ധി പൂർണ്ണമായിട്ടല്ലല്ലോ ഖുഫ ധരിച്ചത്. ഒരു കാലിലല്ലേ ശുദ്ധിയായിട്ടുള്ളൂ, മറ്റേ കാലം ശുദ്ധിയായിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ധരിച്ച ഖുഫ ഒന്നുകൂടെ അയച്ച് അത് ആ കാല് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഖുഫ ധരിക്കേണ്ടി വരും. അത് കിതാബിൽ ചർച്ച കാണാം. അപ്പോൾ ഒന്നാമത്തെ വിഷയം അതാണ്. ഇനി രണ്ടാമത്തെ നിബന്ധന ഖുഫ ശുദ്ധിയുള്ളതാവുക എന്നാണ്. ശുദ്ധിയുള്ള ഖുഫയായിരിക്കണം. ഉറക്കിടാത്ത നജസായ തോല് കൊണ്ടോ അല്ലെങ്കിൽ നായയുടെയും പന്നിയുടെയും തോല് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ഖുഫയാണെങ്കിൽ അത് പറ്റുകയില്ല. നജസുള്ളത് പാടില്ല. നജസില്ലാത്ത ഖുഫയായിരിക്കണം. അതാണ് രണ്ടാമത്തെ നിബന്ധന. നമുക്ക് വേഗം മൂന്നാമത്തെ നിബന്ധന നോക്കാം. നമ്മുടെ കാല് കഴുകുന്നത് നമുക്കറിയാം, വുളൂ ചെയ്യുന്ന സമയത്ത് ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകണം എന്നാണ്. ആ ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറയുന്ന രൂപത്തിലുള്ള ഖുഫയായിരിക്കണം. കാലിൻ്റെ വിരലിൻ്റെ ഭാഗങ്ങളോ മടമ്പിൻ്റെ ഭാഗങ്ങളോ ഒക്കെ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള ഖുഫ ധരിച്ചാൽ അത് സ്വീകാര്യമല്ല. ഖുഫയുടെ നിബന്ധനയിൽ മൂന്നാമത്തേത് അതാണ്. കാലിൽ കഴുകേണ്ട ഭാഗങ്ങൾ മുഴുവനും മറയുന്ന ഖുഫയായിരിക്കണം എന്നതാണ്. നാലാമത്തെ നിബന്ധനയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാലിലേക്ക് വെള്ളം ഒഴിച്ചാൽ, അത് ആ ഖുഫയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ ഖുഫയ്ക്കുള്ളിലൂടെ കാലിലേക്ക് വെള്ളം എത്താൻ പാടില്ല. അങ്ങനത്തതായിരിക്കണം ഖുഫ. ഖുഫ ധരിക്കുന്ന നിബന്ധനയാണ്. അപ്പൊ ഖുഫയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഒരു കാരണവശാലും കാല് നനയരുത്. അങ്ങനെ നനയാത്തതായിരിക്കണം. അതാണ് ഖുഫ എന്ന് പറയുന്നത്. ആ 4 നിബന്ധന. ഇനി 5ാമത്തെ നിബന്ധനയുള്ളത് ഖുഫ ധരിച്ചാൽ പിന്നെ ചെരുപ്പ് ധരിക്കാതെ നടക്കാൻ കഴിയണം എന്നതാണ്. ചെരുപ്പില്ലെങ്കിലും സുഖസുന്ദരമായി നമുക്കിവിടെ യാത്ര ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഈ 5 നിബന്ധനകളിൽ അവസാനം പറഞ്ഞ 2 നിബന്ധന നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷോക്സ്, ഇന്നത്തെ ഷോക്സ് ആണല്ലോ നമ്മുടെ വിഷയം. ഷോക്സ് ധരിച്ചാൽ ആദ്യം പറഞ്ഞ 3 ഒരുവിധം ശരിയാണ്, അത് ഒപ്പിക്കാം. ആദ്യം പറഞ്ഞത് ശുദ്ധിയോടുകൂടി ധരിക്കുക എന്നുള്ളതും, അതുപോലെ ഷോക്സ് ശുദ്ധിയുള്ളതാവണം എന്നതും, കാലിൻ്റെ ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണം എന്നതും 3 ഷോക്സ് കൊണ്ട് ശരിയാണ്. പക്ഷെ 4ാമത്തെ നിബന്ധന, ആ ഷോക്സിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് കാല് നനയാൻ പാടില്ല എന്നാണ്. ഇന്നത്തെ ഷോക്സ് അങ്ങനെയാണ്. വെള്ളം ചെറിയൊരു തുള്ളി വീണാൽ തന്നെ കാലിലേക്ക് ഇറങ്ങി വരും. രോമം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ശീലകൾ കൊണ്ടോ ഉണ്ടാക്കുന്ന, ബനിയൻ ക്ലോത്ത് കൊണ്ടോ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളതാണ് നമ്മുടെ ഷോക്സ്. അപ്പം അത് ഈ നിബന്ധന ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിബന്ധന ഇല്ലാത്തതുകൊണ്ട് അത് ഖുഫയായി ഉപയോഗിക്കാൻ പറ്റുകയില്ല. 5ാമത്തത് ചെരുപ്പ് ധരിക്കാതെ നടക്കാൻ കഴിയണമെന്നതാണ്. അതും നടക്കില്ലല്ലോ നമുക്ക്. നമ്മുടെ ഇന്നത്തെ ഷോക്സ് ധരിച്ചുകൊണ്ട് നടക്കാൻ കഴിയുമോ? ഇല്ല, അതും കഴിയില്ല. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും നിബന്ധന ഒക്കാത്തത് കൊണ്ട് ഇത് ഖുഫയുടെ ഇനത്തിൽ പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ തടവിയാൽ
അത് വുളു സഹിയാവുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് എളുപ്പം അഴിക്കാനും ധരിക്കാനും കഴിയുന്ന വസ്തുവാണ് നമ്മുടെ ഷോക്സ് എന്നുള്ളത് കൊണ്ട് ഹുഫയുടെ യാതൊരു ആനുകൂല്യം ഇതിനില്ല. അതുകൊണ്ട് ഹുഫ ധരിക്കുന്ന അതേ സ്ഥാനത്താണ് ഷോക്സ് എന്ന് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരും അങ്ങനെ ധരിപ്പിച്ചതുകൊണ്ട് നമ്മൾ വഞ്ചനയിൽപ്പെട്ടു പോകരുത്. ഹുഫ അഴിച്ചുകൊണ്ട് തന്നെ ഷോക്സ് അഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വുളു ചെയ്യേണ്ടത്. ആ ഷോക്സ് ധരിച്ചു എന്നതുകൊണ്ട് മുകളിൽ തടവിക്കൊണ്ടൊന്നോ അല്ലെങ്കിൽ 3 ദിവസങ്ങളൊന്നും അങ്ങനെ വുളു ചെയ്താലൊന്നും നിസ്കാരം വരെ സഹിയാവുകയില്ല. നാം വുളു ചെയ്യുന്ന സമയത്ത് ഷോക്സ് അഴിച്ച് ശരിക്കും സാധാരണ പോലെ തന്നെ വുളു ചെയ്ത് വേണമെങ്കിൽ പിന്നീട് ധരിക്കാവുന്നതാണ് എന്നതുകൂടി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ആരും വഞ്ചിതരായി പോകരുത്. നമ്മുടെ വുളുവും നിസ്കാരം നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.